ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് 3 ഈസി ആയിട്ടുള്ള ഡസ്റ്റ് ഡെക്കോർ ഐഡിയാസ് ആണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. അപ്പോൾ ഇതിൽ ഒന്നാമത്തത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഐസ്ക്രീം സ്റ്റിക്സ് ആണ് എടുത്തിട്ടുള്ളത്. ഒരു 15 എണ്ണമൊക്കെ മതിയാവും. അപ്പോൾ ഞാനിവിടെ ട്രയാങ്കിൾ ഷേപ്പാണ് എടുത്തിട്ടുള്ളത്, കാരണം ചെറുതായിട്ട് കിട്ടാനാണ്. ഇനി നിങ്ങൾക്ക് വലുതൊക്കെ വേണമെങ്കിൽ റെക്ടാങ്കിൾ, പിന്നെ ഹെക്സഗോൺ, പെൻറ്റഗോൺ അങ്ങനത്തെ ഒക്കെ ഷേപ്സ് എടുക്കാം. അപ്പോൾ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന പോലെ നോക്കി ചെയ്താൽ മതി. അപ്പോൾ ഒന്നിൻ്റെ മേലെ ഗം ഒട്ടിച്ചിട്ട് പിന്നെ ഒന്ന് വെക്കുക. അതേപോലെ ലെയറായിട്ട് ഞാനിവിടെ 5 ലെയേഴ്സാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ എന്തെങ്കിലും ക്യൂട്ടായിട്ടുള്ളതോ വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഡെസ്ക് ഡെക്കോറും വാൾ ഡെക്കോറും റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തതായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പൊക്കാച്ചോ വിത്ത് ബോട്ട് എന്നൊക്കെ പറയാം. അപ്പോൾ നമ്മൾ ആദ്യം 2 ബോട്ട് പോലെ ഒന്ന് വരച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ കളർ ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് അതിലേക്ക് സ്കെച്ചിങ്, അതായത് ഔട്ട്ലൈനും കൂടി ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് ഞാൻ ഉണ്ടാക്കിയത് ചാർട്ട് പേപ്പറിലാണ്. അപ്പോൾ നിങ്ങൾ ചാർട്ട് പേപ്പറിൽ ഉണ്ടാക്കിയാൽ കട്ടി കൂടും. പക്ഷേ ഇതിന് കട്ടി പിന്നെയും മതിയാവാത്തതിനെ കൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഒരു റട്ടിൻ്റെ പേപ്പറിലേക്ക് അത് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ക്യൂട്ടായിട്ടുള്ളൊരു ഡ്രോയിങ് ആണ് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പൊച്ചാക്കോ ആണ് ഡ്രോ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഡ്രോ ചെയ്തെടുക്കാം. ഇനി ആ ഡ്രോയിങ്ങിന് കളർ ചെയ്തെടുക്കുക. അതേപോലെ നമ്മൾ ഔട്ട്ലൈൻ, അതായത് ബ്ലാക്ക് ഇങ്ക് പെൻ വെച്ചിട്ടോ അല്ലെങ്കിൽ വേറെ കളർ പെൻ വെച്ചിട്ടോ ഔട്ട്ലൈൻ ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ നമ്മുടെ പൊച്ചാക്കോ ഡ്രോയിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളൊരു നീളത്തിലൊരു പേപ്പർ എടുത്തിട്ട് ഇതുപോലെ മടക്കി കൊടുക്കുക. അപ്പോൾ അത് തുറക്കുമ്പോൾ ഒരു സ്ക്വയർ ഷേപ്പിലായിട്ട് നമുക്ക് മടക്കാൻ പറ്റും. അതേപോലെ വേറൊരു പേപ്പർ എടുത്തിട്ട് 2 സൈഡിൽ നിന്നും മടക്കി കൊടുക്കുക. അപ്പോൾ ഇതാണ് മെയിൻ. ഇനി 2 സൈഡിലേക്കും നമ്മുടെ ബോട്ട് ഡ്രോ ചെയ്ത് ഒട്ടിച്ച് കൊടുക്കുക ഗമ്മി വെച്ചിട്ട്. ഇനി നമ്മൾ നീളത്തിലെടുത്ത പേപ്പർ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ സ്ക്വയർ ഷേപ്പിലായിട്ട് അത് ഫെവിക്കോൾ ഗം വെച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഈ ഒരു ഡ്രോയിങ്ങും കൂടി അതിൻ്റെ ബാക്കിലായിട്ട് ഒട്ടിച്ചിട്ട് നമ്മൾ അത് ഇങ്ങനെ വെക്കുക. അപ്പോൾ നമ്മുടെ ഈ ഒരു ഡെസ്ക് ഡെക്കോർ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തതാണ് കുറച്ചും കൂടി ക്യൂട്ടായിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഇതിനും നമ്മൾ ചാർട്ട് പേപ്പറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. കുറച്ച് തുളിപ്സ് ഫ്ലവേഴ്സും പിന്നെ ഒരു റാബിറ്റും കൂടി വരച്ച് കൊടുക്കുക. അപ്പോൾ അതിന് ഞാനിപ്പോൾ കളർ ചെയ്തെടുക്കുന്നുണ്ട്. അതേപോലെ ഈ ക്രാഫ്റ്റ്സ് ഒക്കെ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ ഭയങ്കര ടഫ് പോലെ ആയിരിക്കും, പക്ഷെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയാൽ ഭയങ്കര ഈസിയാണ്. അപ്പോൾ ഔട്ട്ലൈൻ ചെയ്തതിന് ശേഷം നമ്മൾ അതിലേക്ക് കളറും കൂടി ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ കളറൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതേപോലെ അടിയിലായിട്ട് നമ്മൾ ഒരു സ്ഥലം വിട്ടിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ ഞാനിവിടെ കട്ടൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. അതേപോലെ എല്ലാത്തിലും ഇങ്ങനെ അടിയിൽ കുറച്ച് സ്ഥലം വിട്ടിട്ട് വേണം കട്ട് ചെയ്യാൻ വേണ്ടി, നമുക്കത് ഇറക്കി കൊടുക്കണമല്ലോ. സോ നമ്മൾ അങ്ങനെ ചെയ്തെടുക്കുക. ഇനി നെക്സ്റ്റ് ആയിട്ട് ഒരു ചാർട്ട് പേപ്പർ എടുക്കുക. അത് ലെങ്ത്ത് നിങ്ങൾ ഇഷ്ടമാണ്, പക്ഷേ സൈഡൊക്കെ നമുക്ക് 2 സെൻറ്റിമീറ്റർ വേണം. അത് 4 സൈഡിലും 2 സെൻറ്റിമീറ്റർ തന്നെ ആവണം കേട്ടോ. ഇനി നമ്മൾ അതിലേക്ക് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പം ഞാനിവിടെ യെല്ലോ കളറാണ് പെയിൻറ്റ് ചെയ്തെടുത്തത്, കുറച്ചും കൂടി ക്യൂട്ടായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ ഞാൻ പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതേപോലെ സൈഡിൽ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ കട്ട് ചെയ്തെടുക്കണം. അതേപോലെ നമ്മൾ ഉള്ളിലും കട്ട് ചെയ്യണം, പക്ഷേ ഇതുപോലെയല്ല ഉള്ളിൽ കട്ട് ചെയ്യേണ്ടത്. ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ ഉള്ളിലും കൂടി കട്ട് ചെയ്ത് കൊടുക്കാം. ഇത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ടുലിപ്സ് ഫ്ലവേഴ്സൊക്കെ ഇറക്കി വെക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മുടെ സൈഡ്സൊക്കെ ഒന്നിച്ചിട്ട് ഒരു ഗം ഒട്ടിച്ച് കൊടുക്കുക, ഒരു ബോക്സ് ആക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമ്മളുണ്ടാക്കിയ ഡ്രോയിങ്സ് ഒക്കെ ഉള്ളിലൊക്കെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ ഡെസ്ക് ഡെക്കോർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ.